ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബാലുഷായി അല്ലെങ്കിൽ ബാദുഷ എന്നൊക്കെ പറയുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇത് ശരിക്കും മൈദ വെച്ചിട്ടാണ് ചെയ്യുക. ഞാനിന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ബാലുഷായി ഭയങ്കര കട്ടിയായിട്ട് പോവും. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാലുഷായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബാലുഷായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബ്രെഡ് ആയതുകൊണ്ട് ഒരു 6 എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ഉണ്ടല്ലോ, അതൊരു ഇത്തിരി വലിപ്പം ഉണ്ടാവും. അതാണെങ്കിൽ ഒരു 5 ബ്രെഡ് മതിയാകും. അപ്പോൾ ഈ ബ്രെഡിൻ്റെ അരികെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ടൊന്നും പൊടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഇത് ബ്രെഡല്ലേ. ബ്രെഡിന് ഒരു ഇത്തിരി തരിപ്പോട് കൂടിയേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കൈ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഒരു 1/2 കപ്പ് മൈദ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ ഞാൻ ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് മൂടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൊടുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കണം. ആ ഒരു പരുവാണ് വേണ്ടത്. നന്നായിട്ട് ലൂസാവാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. നന്നായിട്ട് കട്ടിയായാൽ നമ്മുടെ ബാലുഷായിൻ്റെ ഉള്ളിലേക്ക് ഈ ഷുഗർ സിറപ്പ് കയറൂല. ഒരു നൂൽ പരുവൊന്നും ആവണ്ട, ഒന്ന് ഒട്ടിപ്പിടിച്ചാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒരു 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 3 ബാലുഷായിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ബാലുഷായിൻ്റെ നടുകിൽ ഇങ്ങനെ ഒരു കുഴി കാണാറില്ലേ, അതുപോലെ ചൂണ്ടവിരൽ വെച്ചിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 12 ബാലുഷായി നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാലുഷായി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ ഉള്ള് വേവായിട്ട് കിട്ടൂല. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സോഫ്റ്റ്നെസ്സും നമുക്കിതിന് കിട്ടൂല. അപ്പോൾ അല്പം കൂടുതൽ സമയം എടുത്തിട്ട് ക്ഷമയോടുകൂടെ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാലുഷായി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഷുഗർ സിറപ്പ് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം കേട്ടോ. ചൂടുള്ള ഷുഗർ സിറപ്പിലാണ് നമ്മൾ ഈ ബാലുഷായി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഷുഗർ സിറപ്പിലേക്ക് അല്പം ഏലക്കായൻ്റെ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്കായയുടെ പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അതോ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏലക്കായയുടെ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബാലുഷായി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ടൊന്ന് മുക്കിയെടുക്കുക ആ ഷുഗർ സിറപ്പിൽ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാലുഷായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടത് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരണം, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകണം. അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ബാലുഷായിക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.